എത്തിക്കഴിഞ്ഞാൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒരു മനുഷ്യന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവനെ അള്ളാഹു പിന്തിച്ചിടുകയില്ല എന്നാണ്. പക്ഷെ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, റബ്ബേ ദീർഘായുസ് നൽകണേ, ആഫിയത്ത് നൽകണേ എന്നൊക്കെ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. മാനപ്പെട്ട ജലീലുദ്ദീൻ ഉസ്താദ് കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ അവധി അജലെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്തിച്ചിടൂല. റബ്ബ് സുബ്ഹാനഹു വതആല 4 മാസത്തില് അവന്റെ അജലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കണക്കാക്കും എന്നാണല്ലോ. അങ്ങനെയാകുമ്പോൾ പിന്നെ കണക്കാക്കി അജലെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡും പിന്തിച്ചു വിടൂല എന്നാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ തർക്കടില്ലായിരുന്നു. ധാരാളം സുഹൃത്തുക്കളൊക്കെ അതുമായിട്ട് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ജലീലുദ്ദീൻ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് വിശദീകരിച്ചാൽ തരക്കെടില്ലായിരുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഖദർ എന്ന് പറഞ്ഞത് വലിയൊരു വിഷയമാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്. സാധാരണ നമ്മുടെ ചർച്ചക്കപ്പുറമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതിന്റെ സമാനമായ മറ്റൊരു ചോദ്യം, അറഅയ്ത യാ റസൂലല്ലാഹി ദവാഅൻ നതദാവാ ബിഹാ വറുക്കൻ നസ്തർഖി ബിഹാ വതുക്കൻ നത്തഖിഹാ ഹൽ യറുദ്ദു ദാലിക മിൻ ഖദറില്ലാഹി മിൻ ഷൈഇൻ. റസൂലുള്ളാഹി, അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടും. ആ ഖദർ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. എങ്കിൽ പിന്നെ ആ ഖദർ അനുസരിച്ച് വന്നോളോ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ദുആഇന് എന്താണ് ഒരു ഫലമുള്ളത് എന്നതാണ് ഇപ്പൊ ആ ചോദ്യത്തിന്റെ ചുരുക്കം. ഇതുപോലെ മറ്റു പല ചോദ്യങ്ങളും റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരാള് സഈദാണോ ഷഖിയാണോ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഫഫീമൽ അമലു, പിന്നെന്തിനാണ് അമൽ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഒരാൾ വിജയിച്ചവനാണോ ആഖിറത്തിൽ അല്ലാത്തവനാണോ എന്ന കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഫഫീമൽ അമലു യാ റസൂലല്ലാഹ്, പിന്നെന്തിനാണ് അമൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി? ഇഅ്മലൂ ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. അമൽ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞതാണ്. തീരുമാനം അള്ളാഹുവിന്റേതാണ്. നിങ്ങൾ പണിയോ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അമൽ ചെയ്യാനാണ്. ഇഅ്മലൂ, നിങ്ങൾ അമൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്, അത് ചെയ്തോളൂ. ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, എന്തിനേക്കാണോ ഇവനെ സൃഷ്ടിക്കപ്പെട്ടത് അതിനേക്കുള്ള വഴി അള്ളാഹു തആല എളുപ്പാക്കി കൊടുക്കും, അത് സൂക്ഷിച്ചോളിൻ. ഏത് അമലാണ്, ഏതിലേക്കുള്ള അമലാണ് ഓരോരുത്തർക്കും എളുപ്പമായി കിട്ടുന്നത് എന്നത് ഓരോരുത്തരും സൂക്ഷിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹിദായത്ത് ഏറ്റി തരുമാറാവട്ടെ. അത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, ഓരോരുത്തരുടെയും വ്യക്തിയെക്കുറിച്ച് അവരവർക്ക് നല്ലവണ്ണം അറിയാം. ഓരോരുത്തർക്കും അവരവരെ സംബന്ധിച്ച് അറിയാലോ. അപ്പൊ ഓരോരുത്തർക്കും അറിയാം തന്നെ എന്തിനാ പറ്റുക, നിന്നെ എന്തിനാ സൃഷ്ടിച്ചിട്ടുള്ളത്, നീ എവിടക്കുള്ളതാണ് എന്നത് ഓരോരുത്തർക്കും അവരവരുടെ രഹസ്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മസീർ എങ്ങോട്ടുള്ളതാണെന്ന തിരിച്ചറിവ് അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പണികൾ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് യഅ്മലു എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ദുആ ചെയ്യുന്നതും എന്തിനാ ദുആ ചെയ്യുന്നത്? ദുആ ചെയ്യുക എന്ന് പറയുന്നത് നമ്മെ ഏൽപ്പിക്കപ്പെട്ട ജോലിയാണ്. നാം ഏൽപ്പിക്കപ്പെട്ട പണി നമ്മൾ ചെയ്യണം. അത് ഭംഗിയായി തന്നെ ചെയ്യുകയും വേണം. അപ്പൊ ചില ഖലാഉകൾ പിന്നെന്താന്ന് വെച്ചാൽ, ചില ഖലാഉകൾ മുബറമായ ഖലാഉകളുമുണ്ട്, മറ്റു ചിലത് മുഅല്ലഖായ ഖലാഉകളുമുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിശദീകരണമാണിപ്പോ അത്. മുബറമായതും മുഅല്ലഖായതുമുണ്ട്. ആ മുഅല്ലഖായ ഖലാഉകൾക്ക് ഏതുണ്ടാവാം, ഇതിന്റെ ഈ ദുആകളും അമലുകളൊക്കെ എന്താവാം, അതിനെ വ്യത്യാസപ്പെടുത്താം. അല്ലാഹു തആല തന്നെ എന്ത് പറഞ്ഞെന്ന്? ഉമ്മുൽ കിതാബ്, ഇൻദഹു ഉമ്മുൽ കിതാബ്, അല്ലാഹുവിന്റെ പക്കലാണ് ഏതുള്ള ഉമ്മുൽ കിതാബ്.
ആ ഉമ്മുൽ കിതാബിന് യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. ഈ ഉമ്മുൽ കിതാബിൽ എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റേ നമ്മളെ ഖുർആൻ അറിയുക എന്ന് പറഞ്ഞ വിഷയത്തിൽ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുൽ കിതാബിൽ എല്ലാം രേഖയാണ്, ഒക്കെ രേഖപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഉമ്മുൽ കിതാബിലുള്ള രേഖകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്ബിതു യംഹുല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ മായ്ക്കും, വയുസ്ബിതു അല്ലാഹു തആല ഉദ്ദേശിക്കുന്നതിനെ അവിടെ സ്ഥിരപ്പെടുത്തും, വഇൻദഹു ഉമ്മുൽ കിതാബ്, കാരണം ഉമ്മുൽ കിതാബിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ അതൊക്കെ അവിടെ സംഭവിക്കാം. അപ്പൊ നമ്മുടെ സ്ഥിതിക്കനുസരിച്ച് നമ്മുടെ അമലുകൾ പോകണം, നമ്മളുടെ മനസ്സിനനുസരിച്ചും നമ്മുടെ ഇഖ്ലാസിനനുസരിച്ചും ഏതുണ്ടാവാം, അവിടെ വ്യത്യാസങ്ങൾ വരുന്ന ഖലാകളുണ്ട്. ആ ഖലായിൽ അത് സംഭവിക്കാം. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതും അള്ളാഹുവിന്റെ ഖലാ ആണെന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചല്ലോ, എന്തിനാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്? അസുഖം നൽകുന്നവനാരാ? അള്ളാഹ്. മാറ്റുന്നവരാണ് ആരാ? അള്ളാഹു. എന്നാ പിന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാറ്റി തരണമെന്നുണ്ടോ? ഇല്ല. മരുന്ന് ഉപയോഗിച്ചില്ല എന്നുള്ളത് മാറ്റി തരില്ല എന്നുണ്ടോ? അങ്ങനെയില്ല. എന്നാ പിന്നെ ഇനി എന്തിനാ ചികിത്സിക്കുന്നത്? മരുന്ന് ഉപയോഗിച്ചില്ലെങ്കിലും അള്ളാഹു താല മാറ്റി തന്നെങ്കിൽ തന്നെയുള്ളൂ. മരുന്ന് ഉപയോഗിച്ചാലോ എന്നാലും അള്ളാഹു താല മാറ്റി തന്നെങ്കിൽ തന്നെയുള്ളൂ. ഫഫീമ, എന്തിനാണ് എന്തിനാണ് പിന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നത്? മരുന്നിന് ഇവിടെ ഒരു സ്വാധീനമില്ലല്ലോ, ഇല്ല. മുഅസ്സിർ തഹ്സീർ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മരുന്നുകൾക്ക് സബബുകൾക്ക് യാതൊരു അസർ തഹ്സീറും ഇല്ല. പിന്നെന്തിനാണ് മരുന്ന് ഉപയോഗിക്കുന്നത്? വറുഖൻ നസ്തർഖി ബിഹാ, ഞങ്ങൾ ചില മന്ത്രങ്ങൾക്ക് ചെല്ലുന്നുണ്ടല്ലോ, ഫാത്തിഹോദി മന്ത്രിക്കാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഭൗതികമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട്, അഭൗതികമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നു മന്ത്രം പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട്. ഇതോ വാസ്തവത്തിൽ ഈ കാരണങ്ങളാണോ നമ്മുടെ കാര്യങ്ങൾ നേടിത്തരുന്നത്? അല്ല, അത് അതിലേക്കുള്ള ഒരു സബബായി അത് നിശ്ചയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലത് അതൊന്നല്ലാതെ നേടിത്തരുന്നത്. ചില അപകടങ്ങൾ വരാതിരിക്കാൻ, അസുഖങ്ങൾ വരാതിരിക്കാൻ, നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അസുഖങ്ങൾ വരാതിരിക്കാൻ നാം മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അസുഖങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കാനുള്ള വഴികൾ നാം അടക്കാറുണ്ട്. അതൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാം ചെയ്യാറുണ്ട്. എന്തിനങ്ങനെ സൂക്ഷിക്കുന്നത്? നാം സൂക്ഷിച്ചത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാതിരിക്കോ? നാം സൂക്ഷിച്ചില്ല എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോളണമെന്നുണ്ടോ? അങ്ങനെയില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നതും മരുന്ന് ഉപയോഗിക്കുന്നതൊക്കെ? ഹൽ യറുദ്ദു ദാലിക മിൻ ഖദരില്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ഒന്നും തിരുത്താൻ ഈ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഈ സൂക്ഷ്മത കൊണ്ടോ സാധിക്കോ? ഇല്ലല്ലോ. പിന്നെന്തിനാ അത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖദർ അല്ലാഹുവിന്റെ ഖലാഇനെ തിരുത്താൻ ഇതുകൊണ്ട് കഴിയോ എന്നാ ചോദിച്ചത്. അപ്പൊ എന്നാ മറുപടി? ഇന്നഹു മിൻ ഖദരില്ല, ഇതും അള്ളാഹുവിന്റെ ഖദറിൽ തന്നെ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തന്നെയാണ്. അസുഖം വരണോ അതുള്ള തീരുമാനിക്കണം. നീ മരുന്ന് കുടിക്കണോ അതും അള്ളാഹുവിന്റെ ഖദർ തന്നെയാണ്. അതും അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട തന്നെയാണ്. അപ്പൊ ആ ഖദറിലുള്ള അംഗീകാരത്തിൽ പെട്ടത് തന്നെയാണ് അത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണുള്ളത്. ചില ഖലാകളും ഖദറുകളും മുഅല്ലഖായതുണ്ട്. അതെന്ത് ചെയ്യും? അള്ളാഹു തആല തിരുത്തുകയും മാറ്റുകയും ചെയ്യും. ഇതിനെ വിശദീകരിച്ചിട്ടാണ് ഇമാം ബൈഹഖി പറഞ്ഞത്, നമ്മുടെ ഏൽപ്പിക്കപ്പെട്ട സബബുകളെ നാം ഉപയോഗിക്കണം. അല്ലത്തി ബയ്യനഹ അല്ലാഹു ലിഇബാദിഹി വഅദിന ഫീഹാ, അല്ലാഹു അനുവദിച്ചതും അല്ലാഹു വിശദീകരിച്ചതുമായ തരത്തിലുള്ള സബബുകളെ നാം അവലംബിക്കണം. വഹുവ യഅതഖിദു അന്നൽ മുസബ്ബിബ ഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല, ഈ സബബുകളാക്കിയവൻ ആരാണ്? അല്ലാഹുവാണ്. അതാണ് അന്നഹു മിൻ ഖദരില്ല എന്ന് പറഞ്ഞത്. അല്ലാഹു തന്നെയാണ് ഈ സബബുകളായി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ അവലംബിക്കണം. ഈ മരുന്ന് കുടിക്കണം. എന്തിനു കുടിക്കണം? മരുന്ന് സബബാണെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുടിച്ചോ. മരുന്ന് അസുഖം മാറാനുള്ള സബബാണെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മുസബ്ബിബാണ് അല്ലാഹു, സബബാക്കി നിശ്ചയിച്ചവൻ അല്ലാഹു, അതുകൊണ്ട് കുടിച്ചോ. പക്ഷെ അല്ലാഹു അതുകൊണ്ട് മാറ്റിക്കൊള്ളണമെന്നുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. മനസ്സിലായ? അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് അവലംബിക്കണം. അള്ളാഹു ദ്വാരക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ദ്വാരക്കണം. അള്ളാഹു അമൽ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് അമൽ ചെയ്യണം. പിന്നെ
ചോദ്യം ചെയ്യപ്പെടാത്തവൻ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് തന്നെയാണ് ഈ വിഷയങ്ങളിലൊക്കെയും ഉള്ളത്, എല്ലാ കാര്യത്തിലും ഉള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മറിച്ച് വമാ യസ്ലു ഇലൈഹി മിനൽ മൻഫഅത്തി ഇൻദ ഇസ്തിഅമാലിഹാ, ഈ മാർഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ, സബബുകളെ ഉപയോഗിക്കുമ്പോൾ ഇവൻക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുന്നത് അത് ബിതഖ്ദീരില്ലാഹി അസ്സ വജല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. വഅന്നഹു ഇൻഷാ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹറമഹു തിൽകൽ മൻഫഅത ഈ സബബുകളൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടെയും ഇവന്റെ കാര്യം അല്ലാഹു തആല ചിലപ്പോൾ അവനക്ക് തടയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫതകൂനു സിഖത്തുഹു ബില്ലാഹ്, അപ്പോഴും അവന്റെ ഉറപ്പ് അല്ലാഹുവിൽ തന്നെയാണ്, എന്നല്ലാതെ ഏതിലല്ല, തന്റെ മാർഗത്തിലല്ല. വഅതിമാദുഹു അലൈഹി ഫീ സാലിത്തിൽ മുൻഫാത്തി മാ വജൂദി സബബി, സബബുണ്ടെങ്കിലും കാര്യങ്ങൾ നേടാൻ ചിലപ്പോൾ അല്ലാഹു തആല തടയാം, ചിലപ്പോൾ നേടിക്കൊടുക്കാം. ഈ കാരണങ്ങളാക്കി അള്ളാഹ് നിശ്ചയിച്ചതുകൊണ്ട് അതിനെ അവലംബിക്കണം. ഇത് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ നിശ്ചയങ്ങളായ വിഷയങ്ങളിൽ ചിലതുണ്ട്, മുഅല്ലഖായ കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ എന്താവും, ഇത്ര ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടാകും എന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കണം? ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന അമലുകൾ ചെയ്താൽ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം. അതേസമയം അതുകൊണ്ട് നീട്ടി കിട്ടിക്കോളണം, കിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യം ഏൽപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ചെയ്യാം. അത് അവിടെ അതിന്റെ പേര് തിരുത്തുണ്ടായിക്കൊള്ളണം എന്നില്ല, ഉണ്ടാവാതിരിക്കാം, ഉണ്ടാവുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ജോലി നമ്മൾ എടുക്കുക. അതാണ് ചുരുക്കത്തിൽ അവിടെ പറയാനുള്ള വിഷയം. അത് ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അത്രേ പറയാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഷ്കൂർ, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇനി ആർക്കെങ്കിലും വലിയ സംശയങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വെയിറ്റ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇതുമായി ഇങ്ങനെയുള്ള സംശയങ്ങളുള്ളവർക്ക് റൈസ് ഹാൻഡ് ചെയ്ത് വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഉത്തം പ്രസ്ഥാനക്കാരായ നേരത്തെ ഇവിടെ ടെസ്റ്റ് അടിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊന്നും അവരവരിപ്പോ കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അവർ തന്നെയല്ല, നമ്മുടെ പ്രവർത്തകർക്കും ഇതുപോലുള്ള സംശയങ്ങളുള്ള ആളുകൾക്ക് വന്നിട്ട് മൈക്കിൽ വന്നിട്ട് ചോദിക്കാവുന്ന സമയമാണിത്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തു വരിക, ചോദിക്കുക. ആരുമില്ലല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തു. അപ്പൊ ചോദ്യക്കാരും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇവിടെ സഹോദരന്മാരെ, നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ ക്ലാസ്സിൽ ഞാൻ ഇവരെ നന്നായി പറഞ്ഞു, കുട്ടികളെ നമ്മളെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റ് അടിക്കാനും SK സെന്ററിൽ ഉണ്ടോ എന്നൊക്കെ പറയാനൊക്കെ ചില ആൾക്കാർ. നമ്മളെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആയത്ത് സാധാരണ മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്ക് ആരോപിക്കാനും അഭൗതികം ഭൗതികം എന്ന് പറയാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആയത്താണത്. എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാ സ്റ്റേജിലും കേൾക്കുന്ന, എല്ലാ താടിക്കാരും പറയുന്ന ഒരു ആയത്താണത്. ഈ ആയത്താണ് ഇവരീ പറയണത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇവരീ പറയുന്നത് തെറ്റാണ്, അങ്ങനെ ലോകത്താരും പറഞ്ഞിട്ടില്ല, അത് അതിന്റെ അർത്ഥമല്ല, അത് യഥാർത്ഥത്തിൽ തൗഹീദിന് വിരുദ്ധാണെന്ന് വ്യക്തമായി നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞു. ഇത് അവർ കേട്ടതാണ്. ഇപ്പൊ എന്തുണ്ടായി? ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ഈ മൈക്കിൽ വന്നിട്ട് പറയണോട്ടോ. എന്നാ എവിടെന്നെങ്കിലും ഈ കാലം ഇത്ര പി ഇസ്ലാഹി വണ്ണിന്റെ നാവുകൊണ്ട് എത്ര അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? അങ്ങനെ എത്ര ഇസ്ലാഹികൾ ഇതൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ടായിരിക്കും? എന്നാ അതൊന്ന് പറയാൻ വേണ്ടി, ആധികാരികമായി പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴോ അഡ്രസ് ഇല്ല. ഇതാണ് ഇവരുടെ വാദങ്ങൾക്ക് ഒന്നിനും അഡ്രസ് ഇല്ല. ഇവര് കണ്ടെത്തി അവരുണ്ടാക്കി തീർത്ത കുറെ കാര്യങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ പേരിൽ പറയാ, അത് അള്ളാന്റെ ദീന്റെ പേരിൽ പറയാ. ഇങ്ങനെയുള്ള കാപട്യമാണ് ഇവരുടെയൊക്കെ അടിത്തറ. ഒരിക്കലും ഇവരീ പറയുന്ന ഭൗതിക അഭൗതികം എന്ന് പറയണമെന്നും നിലനിൽക്കണതല്ല. അവരെന്നെ ഇപ്പൊ അതുകൊണ്ടാകെ കുടുങ്ങിയിരിക്കുകയാണ്, അല്ലേ? ഇതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചു നോക്കണം. ഇപ്പൊ ഇസ്ലാഹി വണ്ണിനോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതിനൊന്നും ഒരു അന്തമല്ല. അതിങ്ങനെ ഈ പറഞ്ഞു കൊടുക്കുന്നത് പാടാൻ. ഇപ്പൊ ഇതൊക്കെ പറയാൻ മൂപ്പര് ചോദിക്കണം, SK സെന്ററിൽ ഉണ്ടോ ആ ജുബ്ബാന്ന്? ഏതായാലും ബുഖാരിയിലെ ഉണ്ടായിരുന്നല്ലോ.
ഇന്നത് ചിന്തിച്ചുകൂടെ അതിന്? ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉണ്ടായിരുന്ന കാലത്തും ഇബാദത്തിനൊരു അർത്ഥം വേണമല്ലോ. ഇപ്പൊ അതുണ്ടോ ഇല്ലേ? അതല്ലല്ലോ ഇപ്പൊ ചർച്ച. ഇപ്പൊ ഉണ്ടായാലും ഇല്ലെങ്കിലും അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇബാദത്ത് എന്ന് മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ ഇബാദത്തിന് നിർവചനം ഉണ്ടാക്കി. എന്നാ ആ ജുബ്ബ ഉള്ള കാലത്ത് അഭൗതിക മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ആ ചെയ്തത്. അന്ന് എന്തായിരുന്നു ഇബാദത്തിന്റെ അർത്ഥം? അന്ന് എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്നിപ്പോ പുതിയ ഒരർത്ഥം കിട്ടിയത്? മുണ്ടാട്ടുണ്ടോ? മുങ്ങി. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഭൗതികാഭൗതികം എന്ന് എവിടുന്ന് കിട്ടിയത്? ഒരക്ഷരം മിണ്ടാനില്ല, മുങ്ങി. ഇങ്ങനെയാണ് ഇവരുടെ ഒന്നിനും ഒരു അഡ്രസ്സും ഇല്ല, ഒന്നിനും ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ അപ്പൊ ഇത് ചോദിക്കുമ്പോ പറയാം എസ് കെ സെന്ററിൽ ഉണ്ടോ ജുബ്ബാന്ന്. അപ്പൊ അതാണ് ആകെ മറുപടി. ഇങ്ങനെ വസ്തുതയുമായി യാതൊരു ബന്ധമല്ല, യഥാർത്ഥ ബോധമല്ലാത്ത ഒരു വിവരം കെട്ട കൗമാണ് ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹിന്റെ ദീനിന്റെ പേരിലും പരിശുദ്ധ ഖുർആന്റെ പേരിലും പറഞ്ഞുണ്ടാക്കുകയാണ്. വാസ്തവ സംബന്ധിച്ചൊന്നും ഒരു നടക്കലില്ല. ഖുർആന്റെ പേരിൽ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയും. 5 വക്ത് നമസ്കാരമുണ്ട് എന്ന് മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിച്ചു വരുന്നതാണ് അല്ലേ? എന്നാ ഒരുത്തൻ എന്താ പറഞ്ഞത്? 5 വക്ത് നിസ്കാരമില്ല, 3 വക്ത് നിസ്കാരമുള്ളോ എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? 2 വക്ത് നമസ്കാരങ്ങൾക്ക് ഖുർആനിലും സുന്നത്തിലും തെളിവില്ല എന്നല്ലേ പറയണത് അല്ലേ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നടത്തുന്ന ആളാണ് അയാള്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാണ് അദ്ദേഹം നടത്തിയത്. മൂപ്പരൊക്കെ പോയേക്കണമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. എന്താണ് ആ പറയണത്? 2 വക്ത് നമസ്കാരങ്ങൾക്ക് ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാലിപ്പോ എന്താ? തുടങ്ങിയപ്പോ എന്തിനാ അഡ്രസ് ഉണ്ടാവില്ല? ഇങ്ങനെ ഓരോരുത്തർക്കും എന്തും പറഞ്ഞു. ഒരാൾ ഒന്നുകൂടി കുറച്ചിട്ട് അവിടെയും പറയാലോ ഒരാൾക്ക് ഖുർആൻ സുന്നത്ത് തെളിവില്ല. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒക്കെ യഥാർത്ഥം. പഠിക്കാൻ, യഥാർത്ഥം ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരിക്കുക. എങ്കിലേ ഇവർക്കൊക്കെ നിലനിൽപ്പുള്ളോ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താ ജോലി? ഇവരെന്താ പറയാ? പ്രസംഗിക്കാനുള്ള തൊള്ളി നാവുണ്ട്. എന്താ പ്രസംഗിക്കുക? അവ സുന്നികളെ മുസ്ലിമീങ്ങളെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തലില്ലാണ്ട് വേറൊന്നും ഇവർക്ക് അറിയില്ല. അതിനുവേണ്ടി അവരെ വക എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടച്ചുണ്ടാക്കി അത് ഖുർആന്റെയും സുന്നത്തിന്റെയും പേരിൽ പ്രചരിപ്പിച്ചാൽ ഇവർക്കൊക്കെ നിലനിൽക്കാനും പ്രസംഗിക്കാനും ഒക്കെ വിഷയങ്ങളായി. ഇതുകൊണ്ട് ഇതൊക്കെ ഒരു കേടാണ്. അത്തരം വാദങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വസ്വാസാവാൻ നടക്കൽ നമ്മുടെ വിശ്വാസത്തിലുള്ള തകരാറാണ്. അത്തരം അപകടത്തിൽ ചെന്ന് വീഴുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇതുകൊണ്ടൊന്നും കുറെ ആളുകൾ പ്രസംഗിച്ചതുകൊണ്ടൊന്നും ഖുർആന്റെ ഉദ്ദേശങ്ങളും തഫ്സീറുകളും മാറുകയില്ല. അത് നമ്മൾക്ക് ആ ഒരു ഉറപ്പുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ സംരക്ഷിച്ചു തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.